നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമോ? നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുമോ? അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കുമോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലെത്തുമോ? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു റീയൂണിയൻ സംഭവിക്കുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന്. നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെയും ഈ ഒരു പേഴ്സണിൻ്റെയും സിറ്റുവേഷൻസ്, ആ ഒരു ലൈഫിലെ സിറ്റുവേഷൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം സിറ്റുവേഷൻസ് മനസ്സിലാക്കി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള പരിഹാരം നിർദ്ദേശിക്കാനും സാധിക്കും. അങ്ങനെ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറുന്നതുമായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ബ്ലാക്ക് എനർജിയുടെ ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അത് പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷൻ പറയുന്നുണ്ട്, ചെറിയൊരു റിച്വലും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനും 24 hours നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷനാണ് പറയുന്നത്. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ്, the hermit card, the lovers card, 7 of pentacles, the tower card, 6 of swords, 5 of pentacles, 5 of wands, 7 of pentacles, queen of cups, the hermit card പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നു, 10 of wands, page of wands, 8 of wands, knight of pentacles, temperance, ace of cups, 4 of wands, the sun card, the hierophant, the magician, 8 of wands, 10 of pentacles, 2 of wands. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നതും 2 of wands ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ വളരെ സ്മൂത്തായിട്ട് സന്തോഷമായിട്ട് ആരും ശല്യം ചെയ്യാതെ, അതായത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഇത് നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു വിവാഹത്തിൻ്റെ അടുത്ത് വരെ എത്തിയതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ പുതിയൊരു ജീവിതം, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പുതിയൊരു ജീവിതം നിങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആരുടെടുത്തും കൂടുതൽ മിണ്ടുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, ആരും വേണ്ട എന്നൊക്കെയുള്ള ഒരു ചിന്തയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴും പരസ്പരം, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എപ്പോഴും പരസ്പരം പറഞ്ഞിട്ടൊക്കെയുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം ഒന്നു ചേരുക എന്നുള്ളത് അത് ഈശ്വരൻ്റെ ഒരു വിധിയാണ്. ദൈവം അനുഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോയതും നിങ്ങളെ എനിക്ക് കിട്ടിയതും. ഇങ്ങനെയൊക്കെ പരസ്പരം എപ്പോഴും ഒരു സംസാരം വരെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയില്ല, നിങ്ങളുടെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു.
നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെറിയ ചെറിയ കള്ളങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കള്ളം പോലും നിങ്ങളുടെ അടുത്ത് പറയാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങൾ പോലും കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എത്ര ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് കള്ളമാണെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പോലും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞ് അത് ഒളിപ്പിച്ചു വെച്ചു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പറയാതിരിക്കുക, ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങളുടെ തലയിലിട്ടിട്ട് ആ ഒരു വ്യക്തി എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കലഹം ഉണ്ടാക്കുക. നിങ്ങളുടെ അടുത്ത് നിരന്തരമായിട്ട് കള്ളം പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും കാലവും കള്ളം പറഞ്ഞത് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പേഴ്സണുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള എന്തോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെയായിരുന്നോ പണ്ട് സംസാരിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, നീയുമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവനും നീ എന്ന വ്യക്തി എൻ്റെ കൂടെ വേണം, ഇതുപോലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെന്ന പേഴ്സൺ അവരുടെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ അവരുമായിട്ടുള്ള വിവാഹമായിരുന്നേനെ നടന്നിരുന്നത്, അല്ലെങ്കിൽ നിന്നെ തന്നെ ഞാൻ ആദ്യം പ്രണയിച്ചേനെ. ഇതുപോലെയൊക്കെ ഉള്ളൊരു പഞ്ചാര വർത്തമാനങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ശരിക്കും ഒരു കോണ്ടാക്റ്റ് പോലും ഇല്ല. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം, ഒന്ന് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യണം. നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും ഒരു പ്രോപ്പറായിട്ട് ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക, കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തിരക്കാണെന്നോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുക. ഇതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ആ ഒരു തേർഡ് പേഴ്സണിനെ ആ വ്യക്തിയുടെ ലൈഫ് ലോങ് കൂടെ കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യാതെ ലൈഫ് ലോങ് ആ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം അവിടെ നിലനിർത്താം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ യൂണിവേഴ്സ് അവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആകുമോ എന്താണെന്ന് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ബ്രേക്കപ്പ് ആകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ നല്ല ഒരു കലഹം കാണാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അവർ പിരിയുകയാണ് എന്ന് തന്നെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അവരവരുടെ പ്രസൻസ്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ നിങ്ങളുടെ വ്യക്തിയുടെ പ്രസൻസ് ആവട്ടെ, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അരികിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി എന്താണോ കാണിച്ചിരുന്നത് അതുപോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചതുപോലെ എല്ലാം തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോടും കാണിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യും എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കലഹങ്ങൾ, ഒരു ശാരീരിക ഉപദ്രവം തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഏൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തി തന്നെ ചിന്തിച്ചു പോകും, ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ട്രാപ്പിൽ അവർ അകപ്പെട്ടു പോയതാണോ,
ഇത് ശരിക്കും അവർ ചോദിച്ച് വാങ്ങിയ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അവരുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇത് അവർ എരന്ന് വാങ്ങിയത് തന്നെ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറേ കാശ് നിങ്ങൾക്ക് തരാനുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ അതൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷെ അവർ തരാത്തിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തയാണോ, നിങ്ങളുടെ അടുത്തുനിന്ന് സാമ്പത്തികമൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കാശ് കൊടുക്കുന്ന മാത്രം ഒരു മിഷ്യനായിരുന്നു, നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പലതവണ വാങ്ങിച്ച ആ ഒരു കാശ് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി യൂസ് ചെയ്തിരിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി അകന്നതിന് ശേഷം, അതായത് ഇവിടെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനും പരസ്പരം മടുത്ത് രണ്ടുപേരും ഒരേപോലെ പിരിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കൈകളിലുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ പിരിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പണം തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അതവർക്ക് ചോദിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നിരുന്നാൽ തന്നെ അതവർക്ക് ചോദിക്കാൻ ഉള്ള സാഹചര്യം അവർക്ക് കിട്ടുകയില്ല. കാരണം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് എന്തോ ഒരു ട്രാപ്പിൽ നിങ്ങളുടെ വ്യക്തിയെ ഒരു തേർഡ് പേഴ്സൺ ആക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് അത് 100% നിങ്ങളുടെ വ്യക്തിക്ക് അതറിയാം. അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സൺ എടുത്തു നിന്ന് നിങ്ങളുടെ വ്യക്തി പണം തിരികെ ചോദിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നാണല്ലോ ഈ ഒരു തേർഡ് പേഴ്സണിന് പണം വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ളൊരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതേ സെയിം അവസ്ഥയിൽ കൂടെ നിങ്ങളുടെ വ്യക്തിയും കടന്നു പോകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എത്തിപ്പെടും എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ശരിക്കും ഒന്ന് മൂവ് ഓൺ ആയിരിക്കും. കാരണം ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ കോൾസ് റിജക്റ്റ് ചെയ്യും, മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുകയില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൻ്റെ പിറകെ സ്നേഹം യാചിച്ച്, അല്ലെങ്കിൽ ഒന്ന് റിപ്ലൈ തരൂ, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഭിക്ഷ യാചിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയുടെ പിറകെ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളെ അങ്ങ് അവഗണിക്കുകയാണ്, നിങ്ങളെ ഒരു പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുകയാണ്. ഇവിടെ 3 മാസത്തിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിറകെ നടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ തീർത്തും അവഗണിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ അവഗണിച്ചാലും അവർ നിങ്ങളുടെ പിന്നാലെ വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളുടെ പിന്നാലെ വരും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് ചെയ്ത ആ ഒരു തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് അത് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിച്ചത് എന്ന ആ ഒരു കുറ്റബോധം അവരെ വിടാതെ പിന്തുടരും. അതവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം നിങ്ങളുടെ അടുത്ത് നിന്നും അന്ന് ആ ഒരു സമയത്ത് പൈസ വാങ്ങിച്ച് ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കുക എന്നുള്ളത് ആ ഒരു സമയത്ത് അവർക്ക് ശരിയായിരുന്നു. കാരണം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ആക്ച്വൽ ക്യാരക്ടർ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ മാനസികമായിട്ട് നോവിച്ചതാണെങ്കിലും നിങ്ങളെ അവഗണിച്ചതാണെങ്കിലും നിങ്ങൾക്ക് സമയം തരാതെ നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ച് അതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും വേദന അനുഭവിക്കും, കുറ്റബോധം അനുഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങളുടെ വ്യക്തി ഇവിടെ യൂണിവേഴ്സ് അവർക്ക് നൽകുന്ന ആ ഒരു കർമ്മഫലം നല്ല രീതിയിൽ അനുഭവിക്കുന്നതായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളെ അങ്ങനെ വിട്ടുകളയാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുകയില്ല. നിങ്ങളെ വിടാതെ പിന്തുടരും. നിങ്ങളുടെ അടുത്ത് അവർ സംസാരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എത്രയൊക്കെ അവഗണിച്ചാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള സാഹചര്യം അവർ കണ്ടെത്തും. നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ നിങ്ങളെ കൺവിൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളത്, അതായത് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് പഴയ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിനായിട്ട് നിങ്ങളുടെ വ്യക്തി വളരെയധികം കഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ വൺസ് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞ് സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. അത് അവർക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ഫാമിലി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കുണ്ടായ മക്കളും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള ഒരു സൗഭാഗ്യം ഒക്കെ നിറഞ്ഞ ഒരു കുടുംബത്തെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ, നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കല്യാണം വരെ എത്തിയിരിക്കുന്നതായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീട്ടിലും എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഇരുന്ന വ്യക്തികളായിരിക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു കല്യാണം നടക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ക്ഷമിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചിട്ട് വീണ്ടും നിരന്തരം ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക. കാരണം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇനിയും പ്രശ്നമുണ്ടാകും. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റൊരു തേർഡ് പേഴ്സൺ വരുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫാണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ തമ്മിലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് സാധാരണ ഉള്ള രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കമാണ്. ആ ഒരു പ്രശ്നത്തിനെ വലുതാക്കാതിരിക്കുക. വായി തോന്നുന്നത് സാഹചര്യം അനുസരിച്ച് വഴക്കിടുമ്പോൾ ഒന്നും പറയാതിരിക്കുക. കഴിഞ്ഞു പോയ കാര്യത്തിനെ ഓർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങളുടെ കാര്യം മാത്രമേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കൂടുതലും കഴിഞ്ഞുപോയ കാര്യം ഓർത്തിട്ട് കഴിഞ്ഞുപോയ കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ അക്യൂസ് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കല്യാണം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ വേണം, സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം വേണം. അങ്ങനെയുള്ളവരുടെ കാര്യം കൂടാണ്, അങ്ങനെയുള്ളവരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു റീമാരേജ് ഇവിടെ കാണുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് സ്നേഹം, സമ്പത്ത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആവട്ടെ വൈഫിൻ്റെ ആവട്ടെ ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ നടക്കാൻ പോകുന്നതും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും. നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഫേസ് ചെയ്യുന്നതും ഇതൊക്കെ ആയിരിക്കും. നിങ്ങളുടെ വ്യക്തി വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഭയമാണ്. കാരണം ഇനി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടി ഇനി നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുമോ? കാരണം ഇനി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 100% ആ വ്യക്തി നിങ്ങളെ ഇനി ചതിക്കുകയില്ല എന്ന് മനസ്സിലായതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ ഞാനിവിടെ പറയാം. ഒരു റിച്വൽ കാണിച്ചു തരാം. ആ ഒരു റിച്വൽ ചാർജ് ചെയ്യേണ്ട ഈ ഒരു അഫർമേഷൻ വെച്ചിട്ടാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സിമ്പൽ നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ, ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക.
അതിനുശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേരെഴുതുക. 3 തവണ അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് സൈഡിലായിട്ട് യു ഓൺലി ലവ്സ് മീ എന്ന് എഴുതിയിട്ട് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. ഒരു സ്ക്വയറോ ഒരു റെക്റ്റാങ്കിളോ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് 4 കോർണേഴ്സിലായിട്ട് 8 എന്ന് എഴുതുക. അതിനുശേഷമാണ് നിങ്ങളിത് ചാർജ് ചെയ്ത് കൊടുക്കേണ്ടത്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ സിമ്പലിൻ്റെ പുറത്ത് നിങ്ങൾ വെക്കുക. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലെഫ്റ്റ് ഹാൻഡും വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു അഫർമേഷൻ പറയുക. കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ചെയ്യണം. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യുക. അതിനുശേഷം ഇത് പറയുക. ഇത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതിയാകും. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റേത് മാത്രമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യം എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിച്വലാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, അത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, കുടുംബജീവിതത്തിലെ കലഹങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം പേഴ്സണൽ റിച്വൽസിലൂടെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സിനായിട്ടും പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.